ഇന്നലത്തെ എപ്പിസോഡിൽ പുലർച്ചെ ഏകദേശം 1 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഗബ്രികളെ ചില കലാപരിപാടികൾ ഉണ്ടായിരുന്നു. പുലർച്ചെയായപ്പോൾ നമ്മുടെ പാവാട ഗബ്രി ജാസുമോളെ അന്വേഷിച്ച് വരികയാണ്. സംഭവം എന്താണ്? ജാസുമോള് പുതപ്പിനടിയിൽ കിടന്ന് കരയാണ്. പിന്നെ ഇപ്പോൾ ഒരു പ്രത്യേകത, ഇവർ എത്ര പതുക്കെ പറഞ്ഞാലും നമ്മുടെ ബോസണ്ണൻ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതാ ഒരു സമാധാനം. പിന്നെ ബോസണ്ണ, ആ ജാൻമണി സംസാരിക്കുമ്പം കൂടെ താഴെ ഒന്ന് എഴുതി കാണിക്കണേ, ഒന്നും മനസ്സിലാകുന്നില്ല. ആ, ബോസണ്ണൻ പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് കളിക്കുന്നുണ്ട്, കൃത്യമായിട്ടാണ് എഴുതി കാണിക്കുന്നത്. അങ്ങനെ ജാസുമോള് ഉറങ്ങുകയാണ്. നമ്മളെ ഗബ്രിക്കുട്ടൻ അടുത്ത് വന്നിരുന്നു. ഈ പാവാട ഗബ്രിയുടെ സ്ഥിരം പരിപാടിയാണ് ഓരോ വഴക്കും ഉണ്ടാക്കി ഓരോ കാരണവും പറഞ്ഞ് ഒരു കെട്ടിപ്പിടുത്തവും ഒരു ഉമ്മൊപ്പും. ഇതിനാണ് ഇവൻ വരുന്നത്. അതിനുശേഷം നമ്മുടെ പാവാട ഗബ്രി പറയുകയാണ്, യു ഹാവ് നോ ഐഡിയ ഹൗ മച്ച് ഐ ലവ് യു. ഓ, യു ഹാവ് നോ ഐഡിയ ഹൗ മച്ച് ഐ ലവ് യു. നമ്മുടെ പാവാട ഗബ്രി സംഭവം എന്തായാലും തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് കേട്ടതും നമ്മുടെ മൂക്കള ജാസ്മിൻ ആ മൂക്കള പിടിച്ച കൈ കൊണ്ട് ഗബ്രിക്കുട്ടനെ ഒന്ന് തലോടുകയാണ്. കുളിയുമില്ല, നനയുമില്ല, മൂക്കളയും. ഇപ്പം നമ്മുടെ ജാസ്മിൻ ഉണ്ടാക്കുന്ന ഫുഡൊന്നും അവിടെ ആരും കഴിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ബ്ലോക്കിലൊന്നും നിൽക്കില്ല കേട്ടോ, ഒരു ബ്ലോക്കിലൊന്നും സംഗതി നിൽക്കില്ല. അതും പിന്നെ പറയാം. പിന്നീട് നമ്മുടെ ഗബ്രിക്കുട്ടൻ വീണ്ടും ഒരു സംഭവം പറയുകയാണ്. ഇറ്റ്സ് നോട്ട് റൊമാൻറ്റിക്, ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്, ഇറ്റ്സ് മോർ ദാൻ ദാറ്റ് എന്ന് വെച്ചാൽ റൊമാൻറ്റിക്കിനും മുകളിൽ. നമ്മുടെ ഗബ്രിക്കുട്ടൻ റൊമാൻറ്റിക്കിനും മുകളിലാണ്. അതായത് ഗബ്രിക്കുട്ടൻ കാംജിയാണ് ഗൈസ്, കാംജി. അങ്ങനെ അതും കഴിഞ്ഞ് ഗബ്രിക്കുട്ടൻ്റെ സ്ഥിരം പരിപാടി കെട്ടിപ്പിടുത്തവും മൂപ്പും. അങ്ങനെ അത് പുള്ളി സാധിച്ചെടുത്തു. അതിനുശേഷം രാവിലെ ഇങ്ങനെ ഗബ്രിക്കുട്ടൻ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഉറക്കമൊഴിഞ്ഞ് ഓരോ സംഭവം കഴിഞ്ഞ് രാവിലെ ആകുമ്പോൾ ഭയങ്കര ക്ഷീണം. അങ്ങനെ നമ്മുടെ ജാസുമോൾ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഗബ്രിക്കുട്ടൻ പറയുന്നു, അനക്ക് മടുത്ത്, ഞാൻ പോവുകയാണ് ഗൈസ്. ബോസണ്ണ, ഈ ഗബ്രിക്കുട്ടനെ എങ്ങനെയെങ്കിലും എടുത്തൊന്ന് പുറത്ത് കളയണം കേട്ടാ. നമ്മുടെ ജാസുമോൾ എങ്ങനെയെങ്കിലും ഒറ്റക്കൊന്ന് കളിച്ചോട്ടെ.